പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാമത് വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ 3 ഗുണങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രകടമാക്കേണ്ട ഗുണങ്ങളും, ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നിവ മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധത്തിൽ വെളിവാകേണ്ടതും ആകുന്നു. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്നിവ നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ പ്രകടമാക്കേണ്ടുന്ന ഫലങ്ങളാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണപ്പെടേണ്ട 3 ഗുണങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. ഇവ 3 നമ്മിൽ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ബന്ധമില്ല. ദൈവം നമ്മിൽ വസിക്കുന്നില്ല. ദൈവം ഉള്ളിൽ വസിച്ചാൽ നാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മിൽ ആത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകും. അവരിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമ്മിൽ വസിക്കുന്നത് ദുരാത്മാവാണെങ്കിലോ നമ്മിൽ കുടികൊള്ളുന്നത് ദ്വേഷവും അസമാധാനവും അസന്തുഷ്ടിയുമായിരിക്കും. എല്ലാ ഫലങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് മറ്റ് ഫലങ്ങൾ. ഒരു സ്ഫടികക്കട്ടയിൽ കൂടി സൂര്യരശ്മി കടന്നു പോകുമ്പോൾ സപ്തവർണ്ണങ്ങൾ വെളിപ്പെടുന്നത് പോലെ സ്നേഹത്തിന്റെ വിവിധ വർണ്ണങ്ങളാണ് മറ്റ് ഫലങ്ങൾ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വയ്ക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച യേശുനാഥൻ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചു. സ്നേഹത്തിന്റെ ആഴവും ഉയരവും നീളവും വീതിയും നമ്മെ പഠിപ്പിച്ചു. സ്നേഹത്തിൽ നിന്നുളവാകുന്നതും ദൈവസ്നേഹം സ്വർഗത്തിൽ പരിപുഷ്ടിപ്പെടുന്നതുമായ ഒന്നാണ് സന്തോഷം. ഈ സന്തോഷം ദൃശ്യമാകുന്നതും യേശുവിലാണ്. അവിടുന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു എങ്കിലും ആത്മാവിലെപ്പോഴും സന്തോഷിച്ച് അവിടുന്ന് പറയുന്നു, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വച്ച് സംസാരിക്കുന്നു. യോഹന്നാൻ 17-ാം അധ്യായം അതിന്റെ 13-ാമത് വചനം. പൗലോസ് അപ്പോസ്തലൻ ഒരുപാട് കഷ്ടമനുഭവിച്ച വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും ആത്മാവിൽ സന്തോഷം അനുഭവിച്ചതായി കാണാം. കാരാഗ്രഹത്തിൽ കിടന്ന് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതുകയാണ്, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-18 വചനങ്ങൾ. കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ബന്ധനമോ കാരാഗ്രഹമോ ആത്മീയ സന്തോഷത്തിന് കുറവ് വരുത്തുകയില്ല. സ്നേഹവും സന്തോഷവും സമന്വയിക്കുമ്പോൾ അതിൻ്റെ ഫലമാണ് സമാധാനം. ഷാലോം എന്നാണ് സമാധാനത്തിന്റെ എബ്രായ പദം. പുതിയ നിയമത്തിൽ എല്ലാ പുസ്തകങ്ങളിലും ഈ പദം മുഴങ്ങിക്കേൾക്കുന്നു. 88 പ്രാവശ്യം ഈ പദം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കടൽ തീരത്ത് നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ ഇളകി മറിയുന്ന കടലാണ് കാണുക. സ്വസ്ഥതയില്ലാത്ത തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ആഴിയുടെ ആഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നാലോ അടിത്തട്ട് ശാന്തമായി കിടക്കുന്നത് കാണുവാൻ കഴിയും. ഇപ്പറഞ്ഞ അനുഭവമാണ് കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന ദൈവജനത്തിനുണ്ടാകുന്നത്. പുറമെ പ്രശ്നങ്ങളും വൈഷമ്യങ്ങളും ഉണ്ടെങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അവർ നിത്യമായ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കും. സമാധാനം എന്ന ആശയത്തെക്കുറിച്ച് ചിത്രരചന നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ പലരും പല ചിത്രങ്ങളും വരച്ചു. ഒരാൾ വരച്ചത് ഒരമ്മയുടെ മാറിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ശിശുവിൻ്റെതായിരുന്നു. മറ്റൊരാൾ വരച്ചതോ മലനിരകളുടെ ഇടയിൽ ശാന്തമായി കിടക്കുന്ന ഒരു ജലാശയമായിരുന്നു. എന്നാൽ സമ്മാനാർഹമായ ചിത്രം മറ്റൊന്നായിരുന്നു. ഉഗ്രമായ ഒരു നീർച്ചാട്ടത്തിന് മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വൃക്ഷശിഖരത്തിൽ ഇരുന്നു കൊണ്ട് പാടുന്ന ഒരു പക്ഷിയുടേതായിരുന്നു. ആടുന്ന കമ്പില് പാടുന്ന പക്ഷി എന്നായിരുന്നു അതിൻ്റെ ശീർഷകം. വലിയ നീർച്ചാട്ടത്തിന് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഉണങ്ങിയ കമ്പ് ഈ സാഹചര്യത്തിലും ആ കൊച്ചു കിളിക്ക് ഗാനമുതിർക്കുവാൻ കഴിയുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും നാം അനുഭവിച്ചാൽ ജീവിതത്തിലെ കാർമേഘ പടലങ്ങളൊന്നും സാരമില്ല. സൂര്യപ്രകാശത്തിന്റെ ഉന്മേഷം ഹൃദയ തലത്തിൽ അനുഭവപ്പെടും.
അവർ ഏതു പ്രതിസന്ധിയിലും ദൈവത്തെ പ്രകീർത്തിച്ച് പറയും. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. 42-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com